ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ധ്വനി ബേബി നല്ല ഉറക്കാട്ടോ. വെയിലിൻ്റെ ചൂടൊക്കെ കാരണം അവൾക്ക് രാത്രി ഉറക്ക ക്ഷീണം കാരണമൊക്കെ ഉറങ്ങൊക്കെ കുറവാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല ഉറക്കാട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അവൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചു കേട്ടോ. ചൂട് പിടിപ്പിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ആ സമയത്ത് വലിയമ്മായി അതാ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച്, പിന്നെ സവോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ഉരുളൻകിഴങ്ങും. അപ്പോൾ കറി വയ്ക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നുറുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാന്ന്. അപ്പോൾ ഏട്ടൻ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ എന്തൊക്കെയാണ് കമ്മിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ കുറവുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ആ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ, മുരിങ്ങക്കായും തക്കാളിയൊക്കെ. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഏട്ടനോട് വെള്ളം വേണം ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ വെള്ളം വേണം, കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കുള്ളൂ, തണുത്ത വെള്ളം. അങ്ങനെ അതൊക്കെ കുടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ച് അങ്ങനെ ഏട്ടൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കോ ഗ്യാസ് ഇറക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കുറ്റി ഇനി കൊണ്ടുപോകണം, കുറ്റിയോട് കൂടി കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കണം, നീ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. കാഞ്ഞിരത്തു നിന്നാണ് ഗ്യാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടനങ്ങനെ അതൊക്കെ പറഞ്ഞു. പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് അപ്പുറത്ത്, അവരോടൊക്കെ ഓരോന്ന് എന്തൊക്കെയാണ് സംസാരിച്ചിട്ട് ഏട്ടനങ്ങനെ പോയി കേട്ടോ. പിന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ അപ്പം ഇന്ന് വലിയമ്മായും ചെറിയമ്മായും എല്ലാവരും ഉണ്ട് വീട്ടിൽ കേട്ടോ. ചെറിയമ്മായി കുറേ ദിവസമായി പണിക്ക് പോയിട്ട്, ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് പോയിട്ടില്ല, നല്ല ചൂടല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു പോകണ്ടെന്നൊക്കെ, ക്ഷീണാവോളൂ പറഞ്ഞിട്ട്. അപ്പോൾ വലിയമ്മായി കഞ്ഞി കുടിക്കണം, ചെറിയമ്മായി പിന്നെ വാഴക്കത്തോരനുള്ളതൊക്കെ നുറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ധ്വനി ബേബിക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കി വെക്കുകയായിരുന്നു. എന്നാൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടാറൊന്നുമില്ല, എന്നാലും മെല്ലെയൊക്കെ ചൂടാറി വരുമല്ലോ, അപ്പോഴേക്കൊന്ന് വെള്ളത്തിൽ വെച്ചിട്ടൊക്കെ ചൂടാറ്റണം. എന്നിട്ടൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കാറ് കേട്ടോ, അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട്. അപ്പോൾ സാമ്പാറിനുള്ളത് കഷ്ണങ്ങളൊക്കെ അമ്മായി വേഗം നുറുക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ വാഴക്കുപ്പേരി തന്നെ ഉള്ളൂ. അപ്പോൾ തൊടിയിൽ നിന്നായിരുന്നു തന്നെയാണ് കേട്ടോ. ഞാനും ചെറിയമ്മായും വലിയമ്മായും കൂടി പോയി ചെറിയൊരു കായ ഉള്ളൂ കേട്ടോ, അത് പൊന്തി തള്ളിയിട്ട് ഞങ്ങളതൊക്കെ വാഴയൊക്കെ വെട്ടിയിട്ട് എല്ലാം കൂടി ഉള്ള വാഴക്കയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഈ വെയിൽ കാരണം എന്താണെന്നറിയില്ല കരിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടി നീച്ചു, കുട്ടീനെ അമ്മയുടെ അടുത്ത് അവിടെ കിടത്തിയിട്ട് ഞാൻ കറി വയ്ക്കാൻ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി, കുക്കറിൽ ഗ്യാസിൽ വെക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് വലിയമ്മായി പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് ഉപ്പേരി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയത് ഞാൻ ഗ്യാസ് തന്നെ വാട്ടിയിട്ട് പെട്ടെന്ന് വാട്ടിയെടുത്തു. പിന്നെ വാട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു, അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയണു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആ ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ, എന്നാലേ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട്, നമ്മുടെ കൂട്ടുകുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നമ്മൾ വരും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വാഴക്കത്തോരനൊക്കെ ആയി. അപ്പോൾ അവരെന്ത് വെച്ചാലും കേട്ടോ, ഒരു മുളക് ഇട്ട് വെച്ചാൽ പോലും അതൊരു നല്ല ടേസ്റ്റ്. അതുപോലെ ചക്കക്കുരു മാങ്ങയും വെക്കും. അതുപോലെ വലിയമ്മായി നമ്മുടെ കപ്പയും ചേമ്പും തണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല രസമാണ്. ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, ഒരു ചെറിയ ഉള്ളി, ഒരു വാറ്റൽമുളക് എന്തെങ്കിലുമൊക്കെ ഒന്ന് താളിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് അവർക്കൊരു പ്രത്യേക കഴിവും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ അമ്മമാരൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ വെച്ച് തരുമ്പോലെ നമ്മളെ ഇങ്ങനെ എന്തൊക്കെ ഇട്ട് വെച്ചാലും ചില സമയത്ത് നമുക്ക് തന്നെ പിടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കുന്നു കേട്ടോ. എനിക്കും തന്നെ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നും, ഞാൻ എങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്തൊരു ടേസ്റ്റ് തോന്നാത്തതെന്നൊക്കെ. അങ്ങനെ ഇത് സാമ്പാറൊക്കെ ആയി. അപ്പോൾ ഏട്ടന് കൊണ്ടാട്ടമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടാട്ടമുളക് കൊണ്ടുവന്നപ്പോൾ ഞാൻ സാമ്പാറായി. സാമ്പാറൊക്കെയുള്ള കറിവേപ്പിലയൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടിയാൽ കൊണ്ടുവരും കേട്ടോ ചെറിയമ്മായി. എന്ത് കിട്ടിയാലും കൊണ്ടുവരും ചെറിയമ്മായി. അപ്പോൾ ചെറിയമ്മായി എവിടെ നിന്നോ കൊണ്ടുവന്നതാ തോന്നുന്നുണ്ട് കേട്ടോ കറിവേപ്പില. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ അവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം സാമ്പാറൊക്കെ താളിച്ച് പിന്നെ വേഗം വറ്റൽമുളകൊക്കെ വേഗം വറുത്തുട്ടോ. ഏട്ടൻ ചോറിനാൻ വരുമ്പോഴത്തേനും എല്ലാം റെഡി ആവണ്ടേ. അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ ധ്വനി ബേബി എണീറ്റു, അവളെ കുളിപ്പിച്ചു.
അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വാരൽ, തുടയ്ക്കൽ, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ എനിക്ക് ക്യാമറയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ കരയുകയും വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അവൾ എണീക്കുകയും എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും. അപ്പോൾ വെള്ളം നിറയ്ക്കലോ അങ്ങനെ ഓരോരോ പണികളൊക്കെ. അങ്ങനെ ചോറും കറിയൊക്കെ ഇതാ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും എന്താ ഇപ്പോൾ വരും പറഞ്ഞു വിളിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഏട്ടനുള്ളത് വിളമ്പി വെച്ച് ഞാൻ. മുളക് പൊട്ടിച്ചതും വാഴക്കത്തോരനും സാമ്പാർ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അമ്മായിമാരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ വാഴക്കത്തോരൻ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി അങ്ങനെ വെച്ചു. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ വന്നു. നല്ല ചൂടല്ലേ, വേഗം ഇത്തിരി വെള്ളമൊക്കെ ചോദിച്ചാൽ അങ്ങനെ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. അമ്മായിയും ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കഴിച്ചതൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ എന്തെങ്കിലും ചോദിച്ചാൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വലിയമ്മായിയും കഴിക്കുകയാണ്. അമ്മ കഴിച്ചു, ചെറിയമ്മായി കഴിച്ചു. ചെറിയമ്മായി പിന്നെ കഞ്ഞിയാണ് കുടിക്കുക കേട്ടോ. കാരണം കുറച്ച് കഞ്ഞി നിർബന്ധമാണ് എപ്പോഴും. അപ്പോൾ അമ്മായി കഞ്ഞി വാർക്കണ സമയത്ത് തന്നെ കുറച്ച് കഞ്ഞിയൊക്കെ ഒഴിച്ച് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുതിയ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയത്തിമാർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോകളൊക്കെയാണ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. അതിൽ ചെറിയമ്മായും കുട്ടി അതാട്ടോ സാധനങ്ങൾ മേടിക്കാൻ പോവുക വിഷുവിന്. ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ധോനി ബേബി കൂടെ പോകാൻ വേണ്ടി വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ അതാണ് കുട്ടീനെയും കൊണ്ടുപോയത്. ബായ്.